പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. നിനക്കറിയത്തില്ലയോ ഞാൻ പുതിയ വണ്ടികളൊന്നും എടുക്കാറില്ലെന്ന്? ഇതറിഞ്ഞ അണ്ണനെ ഉറപ്പായിട്ടും എടുക്കും. സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണെങ്കിൽ എനിക്ക് വേണ്ട. പുതിയ വണ്ടി പീഡിയ ചെയ്തപ്പോ ഒരു ഫാമിലി റിജക്ട് ചെയ്ത വണ്ടിയായത്. കാരണം തുറന്നു നോക്കിയപ്പോ ആ ബോണറ്റിന്റെ സൈഡിലെങ്ങാണ്ട് ചെറിയൊരു തുരുമ്പ്. വണ്ടി എടുക്കണം. സി മിസ്റ്റർ രാജേഷ്, നമ്മുടെ വണ്ടിയിൽ കുറച്ചൊക്കെ കുഴപ്പമുണ്ട്. കുഴപ്പമില്ല, നമ്മൾ പ്രൈസിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, മോണിച്ചോർക്കും. സാറേ, അതൊരു ചെറിയൊരു റെസ്റ്റ് ഉണ്ട്, നമ്മൾ മാറ്റിത്തരാം. റെസ്റ്റ് ഈസ് ബെസ്റ്റ്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലുണ്ടെന്നാ. ഡെലിവറി ചെയ്യാൻ പറ്റും. നിങ്ങളൊരു പഴയ വണ്ടിയിലല്ലേ വന്നേ, എക്സ്ചേഞ്ചിന് എടുക്കുന്നോ? നല്ല വില. സാറേ, സാറിന്റെ വണ്ടി ഒന്ന് മാറ്റാം. ഡെലിവറി ഒരു അരമണിക്കൂർ വൈകും. ടൂൾസ് എടു. ഡെലിവറിക്ക് മുമ്പ് കാണാം ഈ തുരുമ്പിന്റെ ഉണ്ടാക്കി പെയിന്റ് കാണാൻ അടച്ചാല. പാട്ടവണ്ടിന്നോ? അല്ലണ്ണ, ഞാൻ വന്നപ്പോഴേ അണ്ണ വണ്ടി അടി എന്തെടുക്കുമായിരുന്നു? ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം മേടിച്ച സെക്കൻഡ് ഹാൻഡ് വണ്ടിയാ. നല്ല തുരുമ്പൊക്കെ എടുത്താ. ഇവിടെ വന്നിട്ട് കീഴോട്ടൊന്ന് കുനിഞ്ഞു നോക്കിയപ്പോ ഫുൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തേക്കും. ചങ്ക് പടഞ്ഞ് ഇന്നലെ തൊട്ട് പേപ്പറും പിടിക്കുക. കൂടാതെ ഉപ്പുവെള്ളം കേട്ടിട്ടുമുണ്ട്. തുരുമ്പ് വരുമായിരിക്കും. വരണം. ഇതാ വീട്. അല്ല, ഈ ഗ്ലാസ് മാറ്റിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് തന്നിരുന്നെങ്കിൽ. അത് മതി. തുരുമ്പുണ്ടായാൽ മതി. ഓളെങ്ങനെ ഉണ്ട്? കൊച്ചിനെങ്ങനെ തുരുമ്പൊക്കെ ഉണ്ടോ? അടുത്ത് കടലായോണ്ടാന്ന് തോന്നുന്നു. നല്ല ഉപ്പുരസത്തിന്റെ കാറ്റ്. അതല്ല, മോളെങ്ങനെ ഉണ്ടെന്നാ ചോദിച്ചേ. അത് അതല്ല, മോൻ എന്താ ചെയ്യുന്നു? അല്ല, എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടേ. റെസ്റ്റ് ഈസ് ബെസ്റ്റ്. അഥവാ തുരുമ്പ് കാണാം. നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി പണിങ്ങിട്ട് പുറത്തു പോകുന്ന വണ്ടിക്ക് തുരുമ്പുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ. ചുമ്മാ വണ്ടി പണിയൊന്നും കരുതില്ല, ഞാൻ പോലും കരുതില്ല. സത്യം പറഞ്ഞ എനിക്കത് വിഷയമുള്ള ഒരു കാര്യമല്ല. ഈ വീട്ടിൽ എല്ലായിടത്തും തുരുമ്പാണ്. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഐ മീൻ സ്ത്രീധനമായിട്ട്. അല്ല, ഈ സ്ത്രീധനം ചോദിക്കുന്നത് തെറ്റാണെന്ന് അറിയാം. നല്ല എനിക്ക് ഡിമാൻഡ് ഉണ്ട്. ആ ഷെഡിൽ കിടക്കുന്ന അംബാസിഡർ വണ്ടി അതെനിക്ക് സ്ത്രീധനമായിട്ട് വേണം. പട്ടിയാണ് ബ്രീഡ്. കൊച്ചി രാജാവ് ചോദിച്ചു, യൂസഫ് അലി ചോദിച്ചു, എന്നിട്ട് ഞാൻ പൊന്നുപോലെ വെച്ചേക്കുന്ന കാറാ അത്. ഇവർക്കൊന്നും ആക്രമിച്ചതല്ലോ. നിങ്ങളുടെ മോൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഫസ്റ്റ് മാരേജ് ആയാലും സെക്കൻഡ് മാരേജ് ആയാലും, പിള്ളേരുണ്ടെങ്കിൽ പോലും, അതിപ്പോൾ ഒന്ന് പെറ്റതാണെങ്കിൽ പോലും ഞാൻ നോക്കും. പക്ഷേ ആ വണ്ടി എനിക്ക് വേണം. വേണ്ടേ, പൊന്നുപോലെ സൂക്ഷിച്ചു നോക്കിയതാ. എവിടുന്ന് നോക്കണം ഇത് പൊന്നാവായി? എന്നെ മോളെ നോക്കിയില്ലേലും ഇതിനെ പൊന്നുപോലെ നോക്കണം കേട്ടോടാ. ഞാൻ പൊന്നു പോലെ നോക്കും അച്ഛാ. ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് പോലെ ആണോടാ? അച്ഛന് പ്രോമിസ്. എന്തിനാ കാണിക്കുന്നു? ചെറുക്കൻ ഇഷ്ടപ്പെട്ട്. ഇഷ്ടപ്പെടും. എന്നെ മോളെ നക്കിയെടുക്കാൻ തോന്നുന്നു. ആരെ മോളെ? തുരുമ്പ്. എടാ മോനെ, തോണ്ടവൻ പോയി നക്കുന്നടാ കാറേല്. എടാ, തുരുമ്പ് ഒറിജിനലാണോ നോക്കിയതാ? ഒറിജിനല്ല. അങ്ങനെ മോനെ, ഈ ചെറുക്കൻ എങ്ങനെ ഈ തുരുമ്പിനോട് ഇത്ര പ്രണയമായത്? അത് അണ്ണൻ പഠിക്കുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അങ്ങനെ SSLCയുടെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു. ഇനി ഒരു പണി ബാക്കിയുണ്ട്. നീ വായ നോക്കാൻ വേണ്ടി. സാറേ, ഞാനല്ല സാർ. ആദ്യം അന്വേഷിക്ക്, എന്നിട്ട് അടിക്കാൻ പാ. ബാക്ക് ബെഞ്ച് ഇരിക്കുന്ന നീ അല്ല, പിന്നെ ആരാടാ വായ നോക്കാൻ ഇറങ്ങുന്നേ? പിന്നെ ആരാ? മറ്റേ അജേഷ് KP, ഇവൻ അജേഷ് TP. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഇതെങ്ങാനും വീട്ടിലെങ്ങാനും പറഞ്ഞ് വല്ല സീനും ഉണ്ടാക്കാൻ പ്ലാനെങ്കിൽ എൻ്റെ ഹോൾ ടിക്കറ്റ് ഇല്ലയോ, അത് എൻ്റെ ആയിരിക്കും. അതില്ല, നീ എങ്ങനെ എക്സാം എഴുതി എനിക്കിത് കാണണം കേട്ടോ. ഓ വീട്ടിൽ പോ.
ആ വരുവാ. അണ്ണാ ഞാനും ഉണ്ട്. SLC എക്സാം ഒക്കെ കഴിഞ്ഞില്ലയോ? എന്താണ് ഒരു മൂഡ് ഓഫ്? നീ ഒരു കാര്യം ചെയ്യും, ഇപ്പുറത്തെ കടയിൽ പോയിട്ട് 2 ഉപ്പ് മേടിച്ചുണ്ടോ. വീട്ടിലോട്ടാണോ? അച്ഛനെന്താ ഇവിടെ അയക്കുന്നത്? നീ കുറെ നാളായിട്ട് ഒരു കാര്യം എന്നോട് പറയുന്നില്ലയോ, അത് ഇന്നങ്ങ് സഹായിച്ചു തരാന്ന് വിചാരിച്ചു. ആ പുഷ്പമ്മാൻ്റെ ഇടല്ലേ പൊറോട്ടയും ബീഫും. എടാ പൊട്ട, അതല്ല നീ ഒരുപാട് ആഗ്രഹിച്ച് എന്നും പറയാറുള്ള കാര്യം. അങ്ങനെ ഞാൻ എന്നും പറയുന്ന ആഗ്രഹം, ആ ടൂറിന് വിടുന്ന കാര്യം. ഓ, ഇവനെ കൊണ്ട് ഇങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് കണ്ണു മേടിച്ചു. ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കട്ടോ. എന്തോത്തിനാണ്? ആ നോക്കിയോ. അണ്ണാ ഇപ്പം മിണ്ടല്ലേ, ആടത്തും പറഞ്ഞേക്കല്ലേ. സീനാവത്തില്ല. താണ്ടേ നമ്മൾ 2 പേരും ഇത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, ഒറ്റ മനുഷ്യ അറിയരുത്. ഓക്കെ വാ. എങ്ങനെയുണ്ട് അച്ഛന്റെ സർപ്രൈസ്? പരീക്ഷ കഴിഞ്ഞട്ടെ മേടിച്ചു തരാന്ന് വിചാരിച്ച. പിന്നെ പോട്ടെ, മോന്റെ ഒരു ആഗ്രഹം അല്ലയോ. എന്നാ പിന്നെ ഒരു കാര്യമുണ്ട്, 4-5 വർഷത്തേക്ക് നമ്മൾ വേറെ ഒന്നും ആലോചിക്കത്തില്ല, ഇതിൽ തന്നെ പൊക്കോണം കേട്ടല്ലോ. നിന്റെ സാറ് ഉപയോഗിച്ച വണ്ടി ആയതുകൊണ്ടേ നല്ല സൂക്ഷിച്ച് ഉപയോഗിച്ച വണ്ടിയായിരിക്കും, വിശ്വസിക്കാം. പിന്നെ സ്കൂളിൽ കൊണ്ടുവെക്കും വല്ല തന്തയില്ലാത്ത പിള്ളേർ എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കുഴപ്പം. അച്ഛനോട് താങ്ക്സ് പറയടാ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മാടാ. അജേഷേ, നീ എന്റെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് അച്ഛന് 1000 രൂപ ഞാൻ കുറച്ച് കൊടുത്തേക്കുന്നത്. ഹാപ്പി അല്ലേ? സാറിന് നന്മ ഉണ്ടോടാ പോയി. 4-5 വർഷം എന്റെ മോന് പൊന്നുപോലെ ഓടിക്കാനുള്ള വണ്ടിയാ. സൂപ്പർ സാറ്. താങ്ക് യു സാർ. അജേഷേ, എൻജോയ് ചെയ്യേ. നീ എന്റെ വണ്ടിക്കകത്ത് ഉപ്പ് വരിട്ട് നിന്റെ അണ്ണാക്കിയാണ് ഉപ്പ് വരും. ആ കല്യാണം നടന്നെനിക്ക് എന്താ, നമ്മുടെ ഗ്യാരേജിലേക്ക് കിഡിലെ ഒരു തുരുമ്പല്ലേ വന്നത്. അതാലേക്ക് ഒരു സന്തോഷം. അണ്ണനീ എപ്പോഴും തുരുമ്പായിട്ട് ഇടപഴകുമ്പോ സെപ്റ്റിക് ആവത്തില്ലേ? ഞാൻ ഒരു 6 മാസം കൂട്ടിരിക്കുമ്പോൾ സെപ്റ്റിക്കിന് ഇഞ്ചക്ഷൻ അങ്ങ് എടുക്കും, അതുകൊണ്ട് ഇപ്പോൾ അത് ബോഡിയായിട്ട് മിങ്കിളുമായി. 2010 ശേഷമുള്ള എല്ലാ വാഹനങ്ങളും കേന്ദ്ര സർക്കാർ നിരോധിച്ചു. അണ്ണാ 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 എഴുതാക്കണ്ട. അണ്ണാ